ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അരി എത്ര വേവുള്ളതാണെങ്കിലും അരമണിക്കൂർ കൊണ്ട് ചോറാക്കി മാറ്റാവുന്ന ഒരു വിദ്യയാണ്. ജോലിക്ക് പോകുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് ഇത്. ചെയ്തു നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. 3 മണിക്കൂർ വേവുള്ള ജയ അരിയാണിത്. അതിൽ നിന്ന് 3 ഗ്ലാസ്സാണ് നമ്മൾ ഇപ്പോഴത്തെ ആവശ്യത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയാണിത്. ഇനി അരി കഴുകിയെടുക്കാം. അരി കഴുകുമ്പോൾ ഏത് അരിയാണെങ്കിലും കുറഞ്ഞത് 5 തവണയെങ്കിലും തിരുമ്മി കഴുകിയെടുക്കണം. അരി നന്നായി കഴുകാതെ ഉപയോഗിക്കുന്നത് തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ വരുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്നാണെന്ന് പറയുന്നു. വേവ് കുറവുള്ള അരിയും എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാമെന്ന് ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ജോലിക്ക് പോകുന്നവർ തലേ ദിവസം ഗ്യാസ് അടുപ്പിൽ അരി തിളപ്പിച്ചിട്ട് അത് തെർമലിൽ ഇറക്കി വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. രാവിലെ ഉണർന്ന് വീണ്ടും അത് തെർമലിൽ നിന്നെടുത്ത് സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കുന്നു. വീണ്ടും തെർമലിലേക്ക് ഇറക്കി വയ്ക്കുന്നു. കുറേ സമയം കഴിഞ്ഞ് എടുത്ത് അടയ്ക്കുന്നു. ഇതല്ലേ ചെയ്യാറ്. 2 ദിവസത്തെ കഷ്ടപ്പാടല്ലേ, അതൊന്നും വേണ്ടാന്നേ. ഇനി ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതിനായി ഞാൻ 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ് അരിക്ക് 5 ലിറ്ററിൻ്റെ കുക്കർ തന്നെ വേണം. വെറും അരമണിക്കൂർ കൊണ്ട് എത്ര വേവുള്ള അരിയും ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ 5 തവണ നമ്മൾ നന്നായി തിരുമ്മി കഴുകി എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കേടായ ഒരു പഴയ മിക്സിയുടെ ജാറുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുള്ള സംഭവമൊക്കെ അഴിച്ചു മാറ്റിയിട്ട് ആ ജാറിനുള്ളിലേക്ക് നമ്മൾ കഴുകുന്ന സ്പൂണും അതുപോലുള്ള ഐറ്റമൊക്കെ എടുത്തിടും. അപ്പോൾ താഴെ കൂടി വെള്ളം പോയിക്കോളും. നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് പഴയതുണ്ടെങ്കിൽ കേട്ടോ. കുക്കറിലേക്ക് പകുതിയിൽ കൂടുതൽ വെള്ളം എടുക്കണം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇടണം. അടപ്പെടുത്ത് അതിൻ്റെ സുഷിരങ്ങളിലൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി വാഷറും വെയിറ്റും ഇട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇനി അതെടുത്ത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കിയതിന് ശേഷം 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റ് കഴിയുമ്പോൾ കുക്കറിൻ്റെ മുകളിൽ നീരാവി വന്നു തുടങ്ങും. നന്നായി നീരാവി വന്ന ശേഷം, അതായത് ഫിസിൽ കേൾക്കരുത്, അതിനു മുമ്പായിട്ട് നമ്മൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്യും. ഇതാ നീരാവി വരാൻ പോകുന്നുണ്ട്. നോക്കൂ, കണ്ടോ, നീരാവി വരുന്നുണ്ട്. നന്നായി നീരാവി വന്ന ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഗ്യാസ് ഓണാക്കണം. വീണ്ടും ഫിസിൽ അടിക്കുന്നതിന് മുമ്പായിട്ട് ഓഫാക്കുക. ഓണാക്കി രണ്ടാമത് ഓണാക്കി വീണ്ടും ഫിസിലടിക്കുന്ന മുമ്പ് നമ്മൾ ഓഫാക്കുന്നു. കുറച്ച് സമയം, 2-3 മിനിറ്റ് കൊണ്ട് തന്നെ രണ്ടാമത് ഓണാക്കുമ്പോൾ വീണ്ടും ഫിസിലാകാൻ പോകുന്ന ശബ്ദവും നീരാവിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ചോറ് ഒന്നിൽ തൊടാതെ കിടക്കണമെന്നുള്ളവർക്ക് പ്രഷർ പൂർണ്ണമായും പോകും മുമ്പേ നമ്മൾ അടയ്ക്കണം. അതിനായിട്ട് ഒരു പൈപ്പിന് താഴേക്ക് കുക്കർ എടുത്ത് വെച്ച് വെള്ളം തുറന്നു വിട്ടാൽ മതി, പ്രഷർ പോയി കിട്ടും. അതെടുത്ത് നമുക്ക് അടയ്ക്കാം. എങ്ങനെയാണ് അടയ്ക്കണമെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം.
ചിലർക്ക് നന്നായി വെന്ത ചോറാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർ പ്രഷർ പോയ ശേഷം മാത്രം അടച്ചാൽ മതി. അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം വെയിറ്റ് ഊരി മാറ്റണം. പിന്നീട് അടപ്പ് തുറന്ന് അതിൻ്റെ വാഷറും എടുത്തു മാറ്റണം. അതിനുശേഷം വേണം ആ അടപ്പ് കൊണ്ട് അടച്ചിട്ട്, നോക്കൂ, അടപ്പ് കൊണ്ട് നമ്മൾ അടയ്ക്കുന്നു, വാഷർ മാറ്റുന്നു. അതിനുശേഷം ഇനി നമ്മൾ ആ അരി അടക്കുന്ന പാത്രത്തിലേക്ക് ആ കുക്കർ തന്നെ അടച്ചിട്ടാൽ മതി. അതിൻ്റെ കണ്ടോ വെള്ളം അതിലൂടെയും പോകും, ആ വാഷർ ഊരി മാറ്റിയ ഭാഗത്തും കൂടി പോകും. വേവ് കുറവുള്ള അരിക്ക് രണ്ടാമത് കുക്കർ ഓണാക്കാതെ അടച്ചിട്ടാൽ മതി കേട്ടോ. ഇതാ അടച്ചിട്ട ചോറ് നമുക്ക് നിവർത്തിയെടുക്കാം. അതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാൻ പോവുകയാണേ. നോക്കൂ, 3 ഗ്ലാസ് അരി നല്ല ഭംഗിയായി വെന്തിട്ടുണ്ട്. കണ്ട, ഒരു കുഴപ്പവുമില്ലാതെ ഒന്നിൽ തൊടാതെ കിടക്കുന്ന ചോറ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നോക്കൂ, കുക്കറിൽ നിന്ന് തന്നെ ഓരോ പാത്രത്തിലേക്കും ചൂടോടെ നമുക്ക് വിളമ്പിയെടുക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക.